കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നു ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നു ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കറുകക്കളം കുടുംബ യോഗ വാർഷികത്തിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആയതിനാൽ ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കറുകക്കളം കുടുംബയോഗത്തിൻ്റെ പുതിയ അധ്യക്ഷൻ ശ്രീ സണ്ണി മുളയ്ക്കലിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ രക്ഷാധികാരിയായ സണ്ണി വെട്ടിക്കുഴിച്ചാലച്ചനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ വേദിയിലുള്ള ശ്രീ എം മാത്യു, സെക്രട്ടറി പാപ്പച്ചൻ നെല്ലൂർ, തങ്കച്ചായൻ, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന കുടുംബയോഗത്തിൻ്റെ വിവിധ ശാഖകളിൽ നിന്ന് വന്നിട്ടുള്ള, വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ശാഖകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഈ രണ്ടാമത്തെ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി കറുകക്കളം കുടുംബയോഗം പ്രസിഡന്റ് സണ്ണി മുളയ്ക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കറുകക്കളം കുടുംബയോഗത്തിൻ്റെ ഇന്നത്തെ ഉദ്ഘാടകൻ ആദരണീയായ നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിയച്ചൻ വെട്ടിക്കുഴിച്ചാലിൽ നമ്മുടെ രക്ഷാധികാരിയായി നമ്മുടെ എം മാത്യു, സെക്രട്ടറി പാപ്പച്ചൻ, രക്ഷാധികാരി തങ്കച്ചൻ പടിഞ്ഞാറേക്കളം, സാജൻ, കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ കൂടി എൻ്റെ പുതിയ പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ഈ കുടുംബയോഗത്തെ വളരെ ഭംഗിപൂർവ്വം കൊണ്ടുപോയ നമ്മുടെ കുഞ്ഞിച്ചായൻ മാത്യു സെബാസ്റ്റ്യൻ അരിയത്തറ, അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, വളരെ ക്രിയാത്മകമായ രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റി, പലയിടത്തും പോകാൻ സാധിച്ചു. അദ്ദേഹം നമ്മുടെ ഈ കുടുംബയോഗത്തിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു നന്ദി പറയുകയാണ്. ഒപ്പം
എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്ന സണ്ണിയച്ചന് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശ്രയമാണ്. നല്ലൊരു ടീം വർക്കാണ് ഇപ്രാവശ്യം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ പാപ്പച്ചൻ സെക്രട്ടറിയാണ്, അതുപോലെ നമുക്കൊരു വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരും ആക്ടിംഗ് പ്രസിഡന്റും ഒക്കെ ഉണ്ട്. അതെല്ലാം പാപ്പച്ചൻ്റെ റിപ്പോർട്ടിലുണ്ടാവും. പിന്നെ നമുക്കൊരു നല്ലൊരു മീഡിയ കോർഡിനേറ്റർ ഉണ്ട്, നമ്മുടെ ബിജു വലിയോളം. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് പ്രസിഡന്റ് നമുക്ക് ബിജു തോപ്പിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കുടുംബയോഗങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ ഒരു നല്ലൊരു സഹകരണം നമുക്ക് ആവശ്യമാണ്. ഇതുപോലുള്ള ഇന്ന് നല്ല രസമായിരുന്നു. ഇന്നത്തെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിരുന്നു. വളരെ ചിട്ടയായിട്ടും അടുക്കും ചിട്ടയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് നമുക്ക് നമ്മുടെ വിവരിക്കുന്ന അച്ഛനോടുള്ള നമ്മുടെ ആ അച്ഛൻ്റെ ഒരു പുണ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. പിതാവ് കറക്റ്റ് സമയത്തിന് വരാൻ സാധിച്ചു. നമ്മുടെ കാര്യങ്ങളിൽ ഒരുമാതിരി ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോയി. ഇതെല്ലാം ഒരു വലിയൊരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. എന്താണേലും നമ്മുടെ ഈ കുടുംബത്തെ അടുത്ത 2 വർഷത്തേക്ക് കുടുംബയോഗത്തെ അടുത്ത 2 വർഷത്തേക്ക് നയിക്കാനുള്ള ഒരു ജോലിയാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയേറെ തിരക്കുകളുണ്ടെങ്കിൽ കൂടി തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടിച്ചേരലുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബയോഗത്തിനൊരു പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ. ആരും മാറി നിന്നിട്ട് ഒരു കുടുംബം വിജയിക്കാൻ പോകുന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളെയൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ വരുന്ന കാലങ്ങളിലുള്ള നമ്മുടെ എല്ലാ ആൾക്കാരും, ഇന്ന് ഞാനിപ്പം പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് തങ്കച്ചാൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ കുറേ ഞങ്ങളുടെ ലേഡീസിനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ വലിയ ആഗ്രഹമാണ് വരാനെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കത് അടുത്ത പ്രാവശ്യത്തെ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കാര്യം ഉയർന്നു വന്നത്, നമുക്ക് എന്തുകൊണ്ട് ലേഡീസ് വിങ് അല്ലേ, അങ്ങനെ ഒരു ലേഡീസ് വിങ് വേണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് അതേപറ്റി ചിന്തിക്കാവുന്ന ഒരു വളരെ നല്ല കാര്യമാണ്. നമ്മൾ സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ ലേഡീസ് നമ്മളിതിലേക്ക് മുമ്പോട്ട് വരിക അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം എല്ലാവർക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു നല്ലൊരു കാര്യം, തോപ്പൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒരു വിനോദയാത്ര പോയി. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അവർ ആ 20 പേരും ഈ ഒരു മീറ്റിങ്ങിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല നല്ല യാത്രകൾ, നല്ല നല്ല സൗഹൃദങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിലാണ് ഒരു ഇത് കണ്ടു. ഒത്തിരി എക്സസൈസ് ചെയ്യുന്ന ആളൊന്നുമല്ല ആയുസ് കൂടുതൽ കിട്ടുന്നത്. അത് വെച്ചാൽ എത്രയോ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, സ്നേഹവും സന്തോഷവും ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ആൾക്കാരിലാണ് കൂടുതൽ നമുക്ക് ഈ പറയുന്ന കൂടുതൽ കാലം ജീവിക്കുന്നതെന്നുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ കുടുംബയോഗം ഇതിപ്പോൾ ഇന്ന് വന്നേക്കുന്നതിൻ്റെ ഇരട്ടി അടുത്ത മീറ്റിങ്ങിൽ നമുക്കുണ്ടാകണം. അതിന് നമ്മുടെ അച്ഛൻ്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഒപ്പം നമ്മുടെ അരമനയിൽ നിന്ന് നമുക്ക് വളരെയേറെ ഇന്ന് നമ്മുടെ അച്ഛൻ സംസാരിച്ചപ്പം പറഞ്ഞിരുന്നു, അടുത്ത നമ്മുടെ മീറ്റിങ്ങിൽ നമുക്ക് ചങ്ങനാശ്ശേരി ഇടവക മൊത്തമാക്കിക്കൊണ്ടുള്ളൊരു മീറ്റിംഗാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ട്. കാര്യം നമ്മുടെ അച്ഛന് വേണ്ടി എടുത്ത ഈ തങ്കച്ചാനും നമ്മളൊക്കെ എടുത്തിട്ടുള്ള അടുത്ത മതച്ചാനൊക്കെ ആദ്യകാലത്ത് എന്തും വേണ്ടും പാടുപെട്ടിട്ടാണ് ഇതുവരെയെങ്കിലും ആക്കിക്കൊണ്ടുവന്നത്. ഇന്ന് ബിഷപ്പിൻ്റെ ആ ഒരു വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അവർ നമ്മുടെ അച്ഛനെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു വലിയൊരു നല്ല കാര്യമാണ്. അപ്പം അതുകൊണ്ട് അടുത്ത ഒരു 2 വർഷം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പാർട്ടിസിപ്പേഷൻ എല്ലായിടത്തും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുകയും അതുപോലെ എല്ലായിടത്തും ദ്വൈമാസ മീറ്റിങ്ങുകൾ എല്ലാ കമ്മിറ്റികളിൽ എല്ലാവിധ കുടുംബാംഗങ്ങളിലും ഉണ്ടാകണം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ 2 വർഷം അല്ലേ അപ്പച്ച 2 വർഷമായിട്ട് എല്ലാ ദ്വൈമാസ മീറ്റിങ്ങുകളിലും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് കൂടുന്നുണ്ട് ഓരോ വീട്ടിലും. അങ്ങനെ ഓരോ വീടുകളിൽ കൂടുന്നതോടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടത് ആ കുടുംബാംഗങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അവർക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇങ്ങനൊരു ഗ്യാതറിംഗ് വന്ന് എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടിൽ വന്നു, അവിടെ നിന്നൊരു കാപ്പ് കുടിച്ചു, അവരോട് സംസാരിച്ചു.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ എല്ലാവരും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. എനിക്കറിയാം നമ്മുടെ അരിത്തറ ലച്ചാനൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അവരുടെയൊക്കെ ആ ഉത്സാഹം കാണുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയും നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് കുട്ടികളാരും നമ്മുടെ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഈ ഒരു ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടെ നമുക്ക് ഈ നമ്മുടെ കുടുംബയോഗങ്ങളിൽ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇത്രയും സമയം പോരാ നമ്മുടെ കുടുംബയോഗത്തിന്. ഇനി ഞാൻ പറയാം, ഇത്രയും ഇന്നിപ്പോൾ കണ്ടില്ലേ പാട്ടൊക്കെ പാടി എത്രയോ ആൾക്കാർ പാടുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ഇപ്പം പാടിയ ആ ഒരു പാട്ട് തന്നെ എത്രയോ നന്നായിട്ടാണ് പാടിയത്. അപ്പോൾ എത്രയോ നല്ല പാട്ടുകാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നവരും പല കഴിവുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാം കഴിവിനെ നമുക്ക് നമ്മുടെ ഈ ഒരു വേദിയിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ കളർഫുൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ തുടർന്നുള്ള ഒരു 2 വർഷം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സണ്ണിച്ച. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി കറുകക്കുളം കുടുംബയോഗം സെക്രട്ടറി പാപ്പച്ചൻ നല്ലൂരിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും കുടുംബയോഗം പ്രസിഡന്റുമായ സണ്ണി മാത്യു മുളയ്ക്കൽ, ബഹുമാനപ്പെട്ട സണ്ണി വെട്ടിക്കുഴിച്ചാൽ ലച്ച, വേദിയിലും സദസ്യത്തിലും ഇരിക്കുന്ന പ്രിയമുള്ള ബഹുമാന്യരെ, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഘോഷണം ഉൾക്കൊണ്ട് മാർത്തോമ്മ ക്രിസ്ത്യാനികളുടെ ഈറ്റില്ലമായ ചങ്ങനാശ്ശേരിയിലെ കറുകക്കുളത്തിൽ ഗീവറീസ് കത്തനാറിന്റെ 131 പൗരോഹിത്യ വാർഷികവും കുടുംബ സംഗമവും നടക്കുന്ന ഈ വേദിയിൽ കറുകക്കുളം കുടുംബത്തിന്റെ 2025-26 പ്രവർത്തന റിപ്പോർട്ട്. 2025 മെയ് 11 ഞായറാഴ്ച ബഹുമാനപ്പെട്ട കറുകക്കുളത്തിൽ അച്ഛൻ്റെ കബറിടത്തെങ്കിൽ നിന്നും കുമരങ്കരി പള്ളി വികാരി ഫാദർ മിൻഡോ മൂന്നുപറയിൽ അച്ഛൻ തെളിച്ചു നൽകിയ ദീപശിഖയുമായി പുരാതനമായ രാമപുരം ഫൊറോനയിലെ പള്ളിയിൽ വെട്ടിക്കുഴിച്ചാൽ ശാഖയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർഷികത്തിലേക്ക് 9 മണിക്ക് എത്തിച്ചേർന്നു. ഫാദർ സണ്ണി വെട്ടിക്കുഴിച്ചാലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ധന്യൻ കുഞ്ഞച്ചന്റെ കബറിടത്തിൽ സ്ഥാപിച്ച് 10 മണിക്ക് വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രാർത്ഥനയും നടത്തി. 11:30 കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ മാത്യു സെബാസ്റ്റ്യൻ അരീത്തറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അഡ്വക്കേറ്റ് സേവ്യർ വെട്ടിക്കുഴിച്ചാലിൽ എല്ലാവർക്കും സ്വാഗതം നേർന്നു. സെക്രട്ടറി പാപ്പച്ചൻ നല്ലൂർ 2024-25 പ്രവർത്തന വർഷത്തിലെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന അധ്യക്ഷ പ്രസംഗത്തിൽ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ നാം വസിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. മുൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും AKCC ഗ്ലോബൽ പ്രസിഡന്റുമായിരുന്ന ശ്രീ VB അഗസ്റ്റിൻ സാർ യോഗ ഉദ്ഘാടനം ചെയ്യുകയും വെട്ടിക്കുഴിച്ചാൽ കുടുംബവുമായുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കുകയും ഫൊറോന വികാരി ഫാദർ ബെർക്ക്മാൻസ് കുന്നംപുറത്തിന് വെട്ടിക്കുഴിച്ചാൽ കുടുംബചരിത്രം നൽകി പ്രകാശനം നടത്തുകയും ചെയ്തു. രക്ഷാധികാരി തങ്കച്ചൻ പടിഞ്ഞാറേക്കളം ഗീവറീസ് അച്ഛൻ്റെ ചരിത്ര സംഭാവനകളെപ്പറ്റി ഹൃദ്യമായി വിശദീകരിച്ചത് എല്ലാവരിലും അറിവ് പകർന്നു. ഫാദർ ജോസഫ് പുതുവിയുടെ കുടുംബയോഗത്തിന് ഏറ്റവും അനിവാര്യവും ആവശ്യവുമായ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫാദർ സണ്ണി വെട്ടിക്കുഴിച്ചാൽ, ബിജു വല്ലികളം, സെൻ പുത്തേട്ടെ എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. ഫാദർ സണ്ണി വെട്ടിക്കുഴിച്ചാൽ, ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാൽ എന്നിവർ മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കുകയും ഉപകാരം നൽകുകയും ചെയ്തു. ഉദ്ദേശം 2 മണിയോടെ യോഗം അവസാനിക്കുകയും എല്ലാവരും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മടങ്ങുകയും അടുത്ത വാർഷികം ചങ്ങനാശ്ശേരിയിൽ നടത്താമെന്നുള്ള തീരുമാനവും എടുത്തു. 2025 ഒക്ടോബർ 11 കുമരങ്കരി പള്ളിയിൽ ബഹുമാനപ്പെട്ട കറുകക്കുളത്തിൽ അച്ഛൻ്റെ 88ാം ചരമവാർഷികം ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് കുടുംബാംഗങ്ങളായ വൈദികർക്കൊപ്പം SH സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് നെടുമ്പുറവും സംബന്ധിച്ചു. പ്രസംഗത്തിൽ കറുകക്കുളത്തിൽ അച്ഛൻ്റെ ദീർഘവീക്ഷണത്തെയും ധീരമായ നിലപാടിനെയും പറ്റി അച്ഛൻ പരാമർശിച്ചു. ശേഷം നടന്ന സമ്മേളനം മാർത്തോമ്മ വിദ്യാനികേതൻ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് കറുകക്കുളം ഉദ്ഘാടനം ചെയ്യുകയും കറുകക്കുളത്തിൽ അച്ഛനെ പറ്റി കുടുംബാംഗങ്ങൾക്ക് പോലും അറിവില്ലാത്ത കാര്യങ്ങൾ വത്തിക്കാൻ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുകയും ചെയ്തു. ശേഷം ഉച്ചഭക്ഷണത്തോടെ യോഗം അവസാനിച്ചു. പ്രവർത്തന വർഷം അപ്പച്ചൻ മുളയ്ക്കൽ, പാപ്പച്ചൻ നല്ലൂർ, സണ്ണി വല്ലികളം, സെൻ പുത്തേട്ടെ, സജൻ വല്ലികളം,
ജെയിംസ് കൊച്ചുകളം, ജോസ് കുഞ്ഞരിയത്ര എന്നിവരുടെ ഭവനങ്ങളിൽ ദ്വൈമാസ മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. വലിയ മോൽപ്പാൻ കൂനമാക്കൽ തോമാ കത്തനാർ വിശ്രമ ജീവിതം നയിക്കുന്ന ചേർപ്പങ്കൽ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. ആരോഗ്യകരമായ കാരണങ്ങളാൽ സ്ഥാനം ഒഴിവാക്കി തരണം എന്ന പ്രസിഡന്റിന്റെ ആവശ്യം യോഗം അംഗീകരിക്കുകയും 2026 വാർഷികം വരെ തുടരണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. പുതിയ പ്രസിഡന്റായി ശ്രീ സണ്ണി മാത്യു മുളയ്ക്കലിനെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു മുളയ്ക്കൽ, സെക്രട്ടറി പാപ്പച്ചൻ നല്ലൂർ, വൈസ് പ്രസിഡന്റുമാരായി ശ്രീ ജെയിംസ് കൊച്ചുകളം, ശ്രീ ബെന്നി തെരുവത്തെ, ശ്രീ അപ്പച്ചൻ പുത്തേട്ടെ, ട്രഷററായി ശ്രീ സെന്റ് സെബാസ്റ്റ്യൻ പുത്തേട്ടെ, വർക്കിംഗ് പ്രസിഡന്റുമാരായി ശ്രീ ബിജു തോപ്പിൽ, ശ്രീ ജോസി പുതുവടെ, ശ്രീ സജൻ വലിയകളം, ശ്രീ ജോർജ് കുട്ടി വെട്ടിക്കുഴിച്ചാൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജൂലി സുബിൻ കൊച്ചുകളം, ഓഡിറ്റർമാരായി ശ്രീ സോണി നല്ലൂർ, ശ്രീ അപ്പച്ചൻ മുളയ്ക്കൽ, രക്ഷാധികാരികളായി ശ്രീ സംഗച്ചൻ പടിഞ്ഞാറക്കളം, ശ്രീ MM മാത്യു മുളയ്ക്കൽ, കുടുംബാംഗങ്ങളായ എല്ലാ വൈദികരും, മീഡിയ കോർഡിനേറ്ററായി ശ്രീ ബിജു വലിയകളം എന്നിവരെ തെരഞ്ഞെടുത്തു. സാമുദായിക ശാക്തീകരണ വർഷം ആചരിക്കുന്ന ഈ സമയത്ത് രൂപതാ നേതൃത്വം കരകക്കുളത്തിലച്ഛനെ പോലെയുള്ള സഭാസ്നേഹികളെ വിസ്മരിക്കാതിരുന്നാൽ നന്ന്. കരകക്കുളത്തിലച്ഛൻ്റെ ഭവനത്തിന് ട്രസ്റ്റ് വർക്ക് ചെയ്ത ബഹുമാനീയനായ ജോർജ് കുട്ടി മുളയ്ക്കലിനെ ഈ സന്ദർഭത്തിൽ കൃതജ്ഞതയോടെ ഓർക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. 2 വർഷക്കാലം കുടുംബയോഗത്തെ നയിച്ച ശ്രീ മാത്യു സെബാസ്റ്റ്യൻ അരിയത്രയ്ക്ക് കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നതോടൊപ്പം പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു മുളയ്ക്കലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗങ്ങളുടെ അറിവിനും അനുമതിക്കുമായി സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി പാപ്പച്ചൻ നല്ലൂർ, ജോയിന്റ് സെക്രട്ടറി ജൂലി സുബിൻ കൊച്ചുകളം. ഈ റിപ്പോർട്ട് നമുക്ക് പാസ്സാക്കാമോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഉദ്ഘാടന പ്രസംഗത്തിനായി കറുകക്കുളം കുടുംബയോഗത്തിലെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ സണ്ണി വെട്ടിക്കുഴിച്ചാലിനെ ക്ഷണിക്കുന്നു. ഇന്നേ ദിവസം ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്ന സണ്ണി ചേട്ടായി, സെക്രട്ടറിയായ പാപ്പച്ചൻ ചേട്ടാ, ഞങ്ങൾക്കെല്ലാം തീപ്പൊരിയായി എപ്പോഴും കൂടെയുള്ള തങ്കച്ചൻ സാറേ, ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷനായിട്ട് എപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാത്യു സർ, വേദിയിലുള്ള ഓരോരുത്തരെയും, നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുട്ടനാടിനെ പറ്റി ഞാൻ അധികമൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും ഉയരം കൂടിയ മരം എത്ര അടി ഉണ്ടാവും? എത്ര അടി പൊക്കം ഉണ്ടാവും? ഒരു 30 അടി മരം ഒരു 30 അടിയൊക്കെ. ഞങ്ങളുടെ ആ പ്രദേശത്ത്, മലമ്പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഉയരം കൂടിയ മരങ്ങളുണ്ടാവും. ഒരു 60 അടി 70 അടി പൊക്കമൊക്കെ. പക്ഷേ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മരം ഏതാണ്? അമേരിക്കക്കൊക്കെ പോയവര് ചിലപ്പോൾ കൈപൊക്കുമായിരിക്കും അല്ലേ? റെഡ്വുഡ് ട്രീ എന്ന് പറയുന്ന മരമാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മരം. അതിന്റെ ഉയരം 300 അടിയാണ്. ഏകദേശം 100 മീറ്റർ ഉയരം. നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരൊറ്റ സീഡിൽ നിന്നും വന്ന മരമല്ല. പിന്നെയോ അത് പല മരങ്ങൾ ഒന്നൊന്നായി നിൽക്കുന്ന, ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന പല മരങ്ങൾ വലുതായി ഇന്റർട്വിൻ ചെയ്ത് ഒറ്റ മരമായി തീർന്നു. ഈ പ്രോസസ്സിന് ഏകദേശം 2000 വർഷത്തോളമായി. നമ്മളൊക്കെ ഈ 2025 പോയി ആ മരം കാണുകയാണെങ്കിൽ നമ്മുടെ ഈ ഹോളിനേക്കാൾ മുഴുപ്പുള്ള ഒരു മരമാണ് ഒരു റെഡ്വുഡ് ട്രീ.
ഒരിക്കൽ ഒരു ഹൈവേ ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയിൽ അവർക്ക് ആ മരം മുറിച്ചു കളയാനായിട്ടുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതിനൊരു ആർച്ച് ഉണ്ടാക്കി ആ മരത്തിനകത്തോടെ വണ്ടികൾ കടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മരം ഇത്രയും വലുതായി തീർന്നത് പല മരങ്ങൾ ഇങ്ങനെ നിന്നത് ഒന്നിച്ചു ചേർന്ന് ഇന്റർട്വിൻ ആയിട്ട് ഉയർന്നു പോയത് കൊണ്ടാണ് ഇത്രയും ഉയരത്തിലേക്ക് വളർന്നത്. കറുകക്കളം എന്ന ഈ കുടുംബ യോഗത്തിന് അരിയിത്രയും വലിയ കളവും കൊച്ചുകളവും വെട്ടിക്കുഴിച്ചാലിലും പാലോലിക്കലും തെരുവത്തും ഒക്കെ ഉള്ളപ്പോൾ അത് നമ്മൾ ഒന്നായി തീർന്ന് ഈ റെഡ്വുഡ് ട്രീ പോലെ ഉയരങ്ങളിലേക്ക് ഉയരാനായിട്ടുള്ള സാധ്യത ഒത്തിരി അധികമുള്ള ഒരു കുടുംബം. റെഡ്വുഡ് ട്രീ പോലെ കാലാകാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു കുടുംബമാണ്. കാരണം ഇത് 21ഓളം ശാഖകൾ ഇതിൽ ഉണ്ട്. ഇത് ശാഖയല്ല, 21ഓളം ഇൻഡിവിജ്വൽ മരങ്ങളാണ് ഇന്റർട്വിൻ ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ റെഡ്വുഡ് ട്രീയാണ്. ആ റെഡ്വുഡ് ട്രീയിലെ ഒരു ഘടകമാണ് നാം ഓരോരുത്തരും. അതിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്ന സണിച്ചായനും പാപ്പച്ചായനും ഒക്കെയുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇതിനെ പരിപാലിച്ച് ഈ ഉയരങ്ങളിലേക്ക് 300 അടിയൊക്കെ 300 വർഷമൊക്കെ അങ്ങോട്ട് പോട്ടെ, അതിനുവേണ്ടിയുള്ള ഒരു ത്വര, ഒരു ഊർജം നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഈ പുതിയ തലമുറയിലുള്ള ഉത്തരവാദിത്വമുള്ള ഭാരവാഹികൾ ഇതിനെ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ പ്രായമായവർ ആശംസിക്കുന്നത്. അല്ലെ ലതയായ? നമ്മുടെ കുടുംബത്തിന് ഒരു റെഡ്വുഡ് ട്രീ ആണ്. അതായിരിക്കാം നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് നിർത്തി നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ പാഠങ്ങൾ നമ്മൾ പഠിച്ചത് അവരിലേക്ക് കൈമാറി, അവരിൽ മൂല്യം കൈമാറിയപ്പോൾ നാം ഈ റെഡ്വുഡ് ട്രീകൾ ആയിത്തീരുകയാണ്. ഇങ്ങനെയുള്ള ഒരു മഹത്തായ റെഡ്വുഡ് ട്രീ ഈ ചങ്ങനാശ്ശേരി ഭാഗത്ത് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം ദൂരെ ഗുജറാത്തിലുണ്ടായിരുന്ന എനിക്ക് കിട്ടിയത് ഞാൻ സത്യത്തിൽ ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഇതെനിക്ക് എങ്ങനെയും നഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇത്രമാത്രം സ്നേഹവും കരുതലും പരിപാലനയും ഒക്കെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ എനിക്ക് ലഭിച്ചത്. അങ്ങനെയുള്ള ഒരു അനുഭവത്തോടുകൂടി ഈ കുടുംബം ഒരു വലിയ റെഡ്വുഡ് ട്രീ ആയി പരസ്പരം സ്നേഹിക്കുകയും അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായി തീരുമെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം ഇച്ചിരി മുമ്പ് ഞാൻ അനുഭവിച്ചു. ഞാനും മത്തച്ചായനുങ്ങളെ അവിടെ ഇരിക്കുമ്പോൾ അല്പം വേർത്തു കുളിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ഒരാൾ അത് കാണുന്നുണ്ടായിരുന്നു. ആ ഫാൻ അവര് സുഖമായിട്ടിരുന്നതാ. ആ ഫാൻ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി തന്നു. അതാണ് ദ സ്പിരിറ്റ്. അങ്ങനെയുള്ള ഒരു സ്പിരിറ്റാണ് നമ്മളിലൂടെ അറിയാതെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് ഒരു റെഡ്വുഡ് ട്രീ ആക്കി തീരാവുന്നത്. ഇങ്ങനെയുള്ള ഈ കുടുംബയോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എന്നെ അനുവദിക്കുകയും ഞാൻ അടുത്ത 21-ാം തീയതി ഗുജറാത്തിലേക്ക് തിരിച്ചു പോവുകയും അവിടെ പുതിയ ചാർജ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇനി വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അനുസരിക്കേണ്ടതാണല്ലോ, പ്രൊവിൻഷ്യലച്ചന്മാരെയും ബിഷപ്പിനെയും ഒക്കെ അനുസരിക്കാം. അപ്പം ഞങ്ങൾക്ക് ആകെ പോരാവുന്ന ഒരു പ്രാവശ്യമേ ഉള്ളൂ. എങ്കിൽ പോലും അത് ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഞാൻ തീർച്ചയായും ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പോവുകയാണ്. ഞങ്ങളുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗീവർഗീസ് അച്ഛൻ ഏത് മനോഭാവത്തോടെ അന്നത്തെ കാലത്ത് പടപൊരുതിയോ, it was told you had 2 warriors, നല്ല 2 പടയാളികൾ ഉണ്ടെന്ന് അദ്ദേഹത്തെ പറ്റി വേറൊരാൾ പറഞ്ഞ കാര്യം അച്ഛൻ പറയുകയുണ്ടായി. അതുപോലെ കർത്താവിന് വേണ്ടി പട്ടപൊരുതുവാനായിട്ടുള്ള ചങ്കൂറ്റം ഞങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. അപ്പൊ ഇതിനിയും നമ്മുടെ കൊച്ചു അനുജത്തിമാർ ഇങ്ങനെയുള്ള യേശുവിന്റെ വചനം മറ്റുള്ളവരിലെ എത്തിക്കുന്ന പ്രക്രിയ നടത്തുന്നതിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹയോഗവും നൽകണമേ എന്നുള്ള അപേക്ഷയോടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അച്ഛ. ആശംസകൾ അർപ്പിക്കുന്നതിനായി
PS സെബാസ്റ്റ്യൻ പൂത്തോട്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പുതിയ സാരഥി സണ്ണിച്ച, നമ്മുടെ രക്ഷാധികാരിയായിരിക്കുന്ന വെട്ടിക്കുഴിച്ചാൽ സണ്ണിച്ച, വേദിയിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ മുൻ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ, മറ്റ് സഹോദരന്മാർ, കഴിഞ്ഞ സെഷനിൽ നമ്മുടെ അച്ഛൻ്റെ അവദാനങ്ങളെപ്പറ്റി വളരെ സുദീർഘമായി നാം കേട്ടു. എല്ലാവരും അച്ഛൻ്റെ നന്മകളെയും കറകക്കുളം കുടുംബത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനും നമ്മുടെ ആത്മീയ ആചാര്യനും ഈ കുടുംബത്തിൻ്റെ സാരഥിയുമായി വർത്തിച്ച അച്ഛൻ്റെ ആ നന്മകൾ നമ്മളെല്ലാം കേട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇനി അച്ഛനെ പറ്റി കൂടുതലായി പറഞ്ഞാൽ അതൊരു അധിക പ്രസംഗമാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും അത് നിങ്ങളുടെ മനസ്സിലും തോന്നും അച്ഛനെ പറ്റി ഇത്രയും കേട്ടല്ലോ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു കുടുംബ സംഗമം. അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് ഹൃദയ സംഗമവും ആണ്. അവിടെ രണ്ട് കാര്യങ്ങളായ എംബ്ലത്തിൽ ഉണ്ട്. ഒന്ന്, യുണൈറ്റഡ് ഇൻ ഫെയ്ത്ത്, ആൻഡ് മറ്റൊന്ന് റൂട്ടഡ് ഇൻ ലവ്. അത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അവിടെ ഇരുന്നപ്പം നോക്കി. യുണൈറ്റഡ് ഇൻ ഫെയ്ത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിലും പൊതുവെ ഏറ്റവും ജീർണിച്ചു പോയ ഒരു കാര്യമാണ്. ഫെയ്ത്തിൽ നമ്മൾ യൂണിറ്റ് അല്ല, നമുക്ക് ഐക്യമില്ല എന്നത്. അത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മാത്രം കാര്യമല്ല, ആഗോളപരമായിട്ട് തന്നെ വിശ്വാസ സംഹിതയിൽ മാനവരാശി വളരെ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊന്ന് പറഞ്ഞിരിക്കുക, റൂട്ടഡ് ഇൻ ലവ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സ്നേഹത്തിൽ വേരൂന്നിയ ഒരു കുടുംബമായിരിക്കണം, ഒരു മാനവരാശിയായിരിക്കണം. നമ്മൾ പേപ്പറുകളിലൊക്കെ എന്തെല്ലാം കാണുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു. നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ പത്രങ്ങളിൽ നിങ്ങളൊരു വാർത്ത വായിച്ച് കാണും. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പിതാവ് മരിച്ചിട്ട് 20 ദിവസമായിട്ട് ഡെഡ് ബോഡി കിടക്കുന്നു. അയാളുടെ ഭാര്യ അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞ് മരിച്ച് അവരുടെയും ഡെഡ് ബോഡി ആ കിടക്കുന്നു. വലിയ രാജകൊട്ടാരം പോലെയുള്ള ബംഗ്ലാവ്, ഏക മകൻ, അമേരിക്കയിൽ ലക്ഷോപലക്ഷം കോടികളുടെ ബിസിനസ് നടത്തുന്നു. നിങ്ങളൊക്കെ വായിച്ചു കാണും. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയുന്നില്ല. ആരും ഇങ്ങോ മനസ്സിലാക്കിയിട്ട് മകനെ വിളിക്കുകയാണ്. മകൻ ഇവിടെ വരാൻ നേരമില്ല. അവൻ ഔട്ട്ഡോർ ബിസിനസ്സിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. അവൻ്റെ ഇൻഡോർ തുറക്കാൻ അവന് പറ്റുന്നില്ല. നമ്മുടെ ഇടുക്കിയിൽ ഈ 2 ആഴ്ച മുമ്പ് ഒരുവൻ ചേട്ടനെയും അമ്മയും കൊന്നു പിരിച്ചു മൂടിയത് നമ്മൾ പത്രത്തിൽ വായി. നമ്മൾ ചിന്തിക്കണം, എങ്ങോട്ടാണ് നമ്മുടെ ഈ സമൂഹം പോകുന്നത്? എന്ത് കുടുംബ വ്യവസ്ഥകളാണ് നമുക്കുള്ളത്? ഇത് ക്രിസ്തീയ സമൂഹത്തിലല്ലേ, എല്ലാ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും എല്ലാം ചീഞ്ഞളിഞ്ഞ് അധപ്പതിച്ച ഒരു സമൂഹം ആണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ കറുകുളം കുടുംബം പോലെ സത്യത്തിലും നീതിയിലും ധാർമ്മികതയിലും അടിയുറച്ച ഒരു കുടുംബം നമുക്കുണ്ടാവും. ക്രിസ്തീയ വീക്ഷണത്തിൽ കുടുംബത്തെ പറ്റി പറയുന്നത് ഗാർഹിക സഭ പ്രഥമ സെമിനാരി, മനുഷ്യന്റെ പഠനക്കളരി എന്നൊക്കെയാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ പറ്റി പറയുന്നത്. ഇത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഇത് വളരെ ശക്തമാണ്.
ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഒരു ക്രിസ്തീയ ആശയത്തിൽ സ്നേഹം അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം എന്താണ്? എന്ത് ബന്ധമാണ്? അതിൽ ദൃഢതയുണ്ടോ? അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കാലം കഴിയുന്നതിന് മുമ്പേ ഡൈവോഴ്സ് ആകുന്ന എത്ര കേസുകൾ, എത്ര സംഭവങ്ങൾ അല്ലേ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇതിനൊക്കെ പലരും വിചാരിക്കുന്നത് സാമ്പത്തികം അതാണ് ഏറ്റവും വലുത്. അതൊന്നും അല്ല. നിങ്ങൾക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കന്റെ കുടുംബജീവിതം വളരെ പരാജയമായിരുന്നു. അതിന് അമേരിക്കൻ പ്രസിഡന്റായി ഇല്ല എന്നിട്ടാണോ? അല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ അനുസരിക്കുകയല്ല. അദ്ദേഹം വീട്ടിൽ നിന്നും ആ വൈറ്റ് ഹൗസിൽ വന്ന് താമസിക്കുക. ഇങ്ങനെ പല മഹാരഥന്മാരുടെയും ലിയോ ടോൾസ്റ്റോയി അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് മരിച്ചത്. അപ്പൊ അവിടെയൊക്കെ ഭാര്യാഭർത്തൃ ബന്ധം വളരെ സുദൃഢമാകണം, ആത്മാർത്ഥമാകണം, സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അങ്ങനെ ഒരു കുടുംബം, അങ്ങനെയായി തീരാൻ കർമ്മക്കുളം കുടുംബത്തിനെ നമ്മുടെ അച്ഛൻ അനുഗ്രഹിക്കും, പ്രാർത്ഥിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിത്തീരണം. നമുക്ക് മറ്റു കുടുംബങ്ങൾക്കും സമുദായത്തിനും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് മാതൃകയും ഒരു നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം ഒരു സന്ദേശമായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നത് പോലെ നമ്മുടെ ഈ കുടുംബത്തിന്റെ ആ പ്രവർത്തന ശൈലി, നമ്മുടെ ഐക്യം, നമ്മുടെ കെട്ടുറപ്പ് മറ്റുള്ളവർക്ക് നമ്മളെ ഒരു മാതൃക ഐക്യവുമായി തീരാൻ സഹായിക്കും. ബൈബിളിൽ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ എനിക്ക് വളരെ സന്തുഷ്ടമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വളരെ സ്വീകാര്യമായ 3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സഹോദരർ തമ്മിലുള്ള ആ യോജിപ്പ്, അയൽക്കാരുമായിട്ടുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ലയം. ഈ 3 കാര്യങ്ങളിൽ അടിയുറച്ച് നമ്മുടെ കുടുംബജീവിതത്തെ പവിത്രമാക്കി നമുക്ക് നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മുടെ കുടുംബം യോഗം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അടുത്ത വർഷം ഇതിൻ്റെ 4 ഇരട്ടി ആളുകൾ വന്ന് ഒരു മഹാകുടുംബയോഗമായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുതിയ പ്രസിഡന്റിനെ എല്ലാവിധ ഭാവങ്ങളും വരുന്നു. ഇത് ഒരു നല്ല ടീം വർക്കോടുകൂടി ചെയ്യണം. ഞങ്ങൾ ദൈമാസ്യം കൂടാറുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ട് ചില ശാരീരിക പ്രശ്നങ്ങളാൽ പോകാൻ സാധിച്ചില്ല. എങ്കിലും ഞാൻ തുടർന്നും കൂടും. ഇതിനു മുൻപ് സഹകരിച്ചിരുന്നു. ഈ ചെറുപ്പക്കാരുടെ, ഈ യുവതലമുറയുടെ നേതൃത്വം വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ നമ്മളെല്ലാവരുമാണ് അവർക്ക് ഉറ്റമായ പിന്തുണ കൊടുക്കുന്നത്. നമ്മുടെ പിന്തുണ ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഈ തായ്തടിയോട് ചേർന്ന് നിൽക്കുക. പി ജോസഫ് മന്ത്രിയായിരുന്നു, പി ജോസഫ് കേരള കോൺഗ്രസ് പി ജോസഫ് പറഞ്ഞ പോലെ ജോസ് കെ മാണി, നമുക്ക് തമ്മിൽ പിണക്കൊന്നുമില്ല. നമുക്ക് നിങ്ങൾക്ക് ഈ കുടുംബത്തിലേക്ക് വരാം, പിതൃ കുടുംബത്തിലേക്ക് വരാം, നമുക്ക് യോജിക്കാം. അങ്ങനെ നമ്മൾ തമ്മിൽ എന്തിനാണ് വാശിയും വൈരാഗ്യമൊന്നുമില്ലല്ലോ. നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അതും വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സാമ്പത്തിക കാര്യങ്ങളുണ്ടോ? നമുക്ക് ഓരോ മാസവും ഓരോ ചെറിയ തുക എടുത്താലും നമുക്കൊരു വർഷം കൊണ്ട് ഒരു 10,000 രൂപ ഒരു വീട്ടുകാർക്ക് കൊടുത്ത് നമുക്കിത് സഹായിക്കാൻ പറ്റിയല്ലേ, നമുക്കിതിനെ വളർത്താൻ പറ്റിയല്ലേ? നമുക്കിപ്പോൾ ഒരു ന്യൂനത ഞാൻ കാണുന്നത്, നമുക്കൊരു കുടുംബ പുസ്തകം, കുടുംബ ചരിത്രം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. തങ്കച്ചൻ അതിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് ഊറ്റമായ പിന്തുണ നൽകണമെങ്കിൽ നമ്മളെ സാമ്പത്തികമായി ഒക്കെ ഫണ്ട് ശേഖരിച്ചാലേ അതൊക്കെ സാധിക്കൂ. അത് അടുത്ത കുടുംബയോഗത്തിന് മുൻപ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഗീവരസ്കത്തനാരച്ചൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പോകാം. അടുത്ത കുടുംബയോഗത്തിന് ആ നല്ല പുസ്തകം നമ്മുടെ കുടുംബചരിത്രം പ്രസിദ്ധീകരിക്കാൻ ഇടവരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു അപ്പച്ചായ. അടുത്തതായി കറുകക്കളം കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി MM മാത്യു മുളയ്ക്കലിൻ്റെ ആശംസാ പ്രസംഗം ശ്രവിക്കുന്നതിനായി ഏവരുടെയും ശ്രദ്ധ നമ്മുടെ LED വോളിലോട്ട് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിശിഷ്ടാതിഥികളെ, നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത് 32 വർഷം മുമ്പ് ആരംഭിച്ച കറുകക്കളം കുടുംബയോഗത്തിൻ്റെ 11ാമത് വാർഷികം ആഘോഷിക്കുവാനാണല്ലോ. കറുകക്കളം എന്ന കുടുംബ പേര് എങ്ങനെ ലഭിച്ചുവെന്ന് നമുക്ക് ഓർക്കാം. ഏകദേശം 375 വർഷം മുമ്പ് കറുകക്കളം കുടുംബത്തിലെ 1ാം തലമുറയിലെ ഇട്ടിമുത്തപ്പൻ കുടുംബസമേതം ആഴപ്പള്ളിയിൽ വന്ന് താമസിച്ചു വരവേ കുമരംകരിയിൽ നിന്നും തെക്കുംകൂർ രാജാവിൻ്റെ സംബന്ധ വീടായ കണ്ണനഴിയത്ത് കൈമൾ കൊമരംകരിയിൽ നെയ്യും വെളിച്ചെണ്ണയും ശുദ്ധീകരിക്കുവാൻ ആവശ്യപ്പെട്ട പ്രകാരം ഇട്ടിമുത്തപ്പനെയും കുടുംബത്തെയും കൊണ്ടുപോവുകയും വല്ലികുളം പറമ്പിൽ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞു വരവേ ഇട്ടിമുത്തപ്പൻ്റെ ആൺമക്കളായ കോരയും മാങ്കനും വിവാഹം കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം മൂത്ത മകൻ കോരയുടെയും കുടുംബത്തിൻ്റെയും മാറ്റിപ്പാർപ്പിക്കുവാൻ തെക്കുംകൂർ രാജാവ് കണ്ണനഴിയത്ത് വീട്ടിൽ വന്ന സമയത്ത് ഇട്ടിമുത്തപ്പൻ ചെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് രാജാവ് കിഴക്ക് ഭാഗത്തുള്ള കറുകക്കളം എന്ന പറമ്പ് പതിച്ചു കൊടുക്കുകയും അവിടെ വീട് വെച്ച് കോരയെയും കുടുംബത്തെയും താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കഴിയവേ 6ാം തലമുറയിലെ പ്രസിദ്ധനായ ഗീവറീസ് അച്ഛൻ 1867 ജനുവരി 20 ജനിച്ച ഗൗരീസ് അച്ഛൻ നമ്മുടെ കുടുംബത്തിൻ്റെ ആവിർഭാവവും അതുവരെയുള്ള കുടുംബചരിത്രവും തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരുന്നു. 7ാം തലമുറയിലെ കറുകക്കളം മുളയ്ക്കൽ തൊമ്മി മാത്യു, ഞങ്ങളുടെ വല്യപ്പൻ, അച്ഛനെ സന്ദർശിച്ചപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ കുടുംബചരിത്രം എഴുതി സൂക്ഷിച്ചു വച്ചിരുന്നു. വല്യപ്പൻ്റെ മരണശേഷം ഈ കയ്യെഴുത്ത് വഴി ഞങ്ങളുടെ ചിറ്റപ്പനായ മുളയ്ക്കൽ MM ജോസഫിൻ്റെ കൈവശമിരിക്കുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കുടുംബചരിത്രം അച്ചടിക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 1993 അതുവരെയുള്ള കുടുംബചരിത്രം എഴുതി അച്ചടിച്ച് പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു. ഇതിനുശേഷം കറുകക്കളം കുടുംബയോഗം തുടങ്ങുവാൻ തീരുമാനിച്ച് 1994 ഏപ്രിൽ മാസത്തിൽ അരീത്ര മാത്യു തോമസിൻ്റെ ഭവനത്തിൽ വെച്ച് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. എന്നെ ആദ്യത്തെ പ്രസിഡൻ്റായി നിയമിച്ചു. കുടുംബയോഗത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സഹകരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് സജീവമായി നമുക്ക് ഈ കുടുംബയോഗം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
ചൂടിന്റെ കഥയിലായി ചൂടിന്റെ അടുത്തതായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഉപഹാരങ്ങൾ നൽകുന്നതിനായി നമ്മുടെ രക്ഷാധികാരി ഫാദർ സണ്ണി വെള്ളിക്കുടിച്ചാലിനെ ക്ഷണിക്കുന്നു. ആദ്യമായി സെബിൻ ജോസഫ് സെബാസ്റ്റ്യൻ, കറുകക്കുളം കുടുംബത്തിൽപ്പെട്ട അരീത്ര ശാഖയിൽ തിരുവല്ല പൊടിയാടിയിൽ താമസമാക്കിയ സെബാസ്റ്റ്യൻ ജോസഫിന്റെയും മിനി സെബാസ്റ്റ്യന്റെയും മകൻ. ഫിസിക്സിൽ ക്വാണ്ടം മാഗ്നറ്റിസം എന്ന വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് PhD നേടി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. സെബിൻ ജോസഫ് സെബാസ്റ്റ്യന് കറുകക്കുളം കുടുംബയോഗത്തിന്റെ അനുമോദനങ്ങൾ. അടുത്തതായി അമല ജോസഫായി, ഇത്തിത്താനം വലിയകളം ശാഖ. സണ്ണി ജോസഫിന്റെയും ഡയാന സണ്ണിയുടെയും മകൾ. കർണാടക യൂണിവേഴ്സിറ്റി ഓഫ് ലോയിൽ നിന്നും ബിരുദവും ശേഷം കുസാറ്റിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിരിക്കുന്നു. അമല ജോസഫൈൻ വലിയകളത്തിലിന് കറുകക്കുളം കുടുംബയോഗത്തിന്റെ അനുമോദനങ്ങൾ. സ്മിത എം ജോൺ, കളർക്കാട് അക്കാദമിയിൽ നിന്ന് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ
സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻസ്പയറിംഗ് ഫ്യൂച്ചർ ജനറേഷൻ എന്ന വിഷയത്തിൽ MSMEയുടെ രാഷ്ട്രീയ ഗൗരവ് രത്ന സമ്മാൻ അവാർഡ് 2026 കരസ്ഥമാക്കിയ സ്മിത M. ജോൺ മുളയ്ക്കൽ ശാഖയിൽപ്പെട്ട MB ജോയിയുടെയും പൊന്നമ്മ ജോയിയുടെയും മകളാണ്. സ്മിതയ്ക്ക് കറുകക്കുളം കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഇവിടെ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ വോയിസ് മെസ്സേജ് കേൾക്കാവുന്നതാണ്. ഈ അവാർഡിനെ കുറിച്ച് ഹായ് സ്മിത, ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും. കളക്കാട് ഇന്ത്യയിലും കൊച്ചിനും ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ ഗൗരവരത്ന സമ്മാൻ അവാർഡ് വലിയ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു മോളെ, റിയലി പ്രൗഡ് ഓഫ് യു. ഒരു സത്യം പറയട്ടെ കൊച്ചെ, യു ഡിസേർവ് മോർ. ഈ അവാർഡിന്റെ വലുപ്പത്തിലല്ല ഞാനിത് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ദ ഹാർഡ് വർക്ക് യു ഹാവ് ഡൺ, നിന്റെ സ്നേഹത്തോടെ അർപ്പണബോധത്തോടെ നീ ചെയ്ത ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഒരു അംഗീകാരമാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഇത് ദൈവം തരുന്ന ഒരു അംഗീകാരമാണ്, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള അംഗീകാരം. യു ഡിസേർവ് ഇറ്റ്. ലോകപരമായി വേൾഡ്ലി യു ഡിസേർവ് മോർ. എന്താണെന്നറിയുമോ, ഭാര്യയായി അമ്മയായി മാത്രം കൊച്ചൊതുങ്ങാതെ അനേക സഹോദരിമാർക്ക്, അമ്മമാർക്ക് കൂടെ ഒരു വലിയ പ്രചോദനവും വലിയ ആത്മധൈര്യവുമാണ് യുവർ അച്ചീവ്മെന്റ്, ദ അവാർഡ് ദാറ്റ് യു ഹാവ് ഗോട്ട്. ഇതിലും വലിയ വലിയ ഉയരങ്ങളിലെത്താൻ ഇതൊരു തുടക്കം മാത്രമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വലിയ യാത്രയുടെ തുടക്കം. ഞാൻ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നിന്റെ മേൽ ചൊരിയട്ടെ. എൻ്റെ കുഞ്ഞ് അനിയത്തിക്ക് വലിയ അംഗീകാരങ്ങളും ആശീർവാദങ്ങളും ഒക്കെ ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊച്ചിൻ്റെ ഈ സന്തോഷത്തിൽ കൂടെ ഉണ്ടാകാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നീ പറഞ്ഞതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാകും. അതോടൊപ്പം ഞാൻ ഇങ്ങനെ കൂടെ ചേർക്കട്ടെ, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഈ കുടുംബസംഗമത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും കൂടെ അറിയിക്കുന്നു. സന്തോഷമായിരിക്കുക. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഡിയർ സ്മിത. ഗോഡ് ബ്ലെസ് യു. ജോൺസൺ ആൻഡ് അമലു ആസ് എ ഫാമിലി, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. യുവർ റേസ് ഈസ് അഹെഡ്. ഗോ ഫോർവേഡ് ടുഗെദർ. ബി ബ്ലെസ്ഡ് ആൻഡ് ബി എ ബ്ലെസ്സിംഗ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. friendly known as Bishop Mobin Kunnapalli, Chairman, Political and Minority Board, and Bishop of the International Diocese, CEFI Diocese. It is a part of Anglican Communion Churches in India. Shalini Mary Matthew, കറുകക്കുളം കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ്, മുളയ്ക്കൽ ശാഖ, സണ്ണി മാത്യുവിന്റെയും സിജി സണ്ണിയുടെയും മകൾ ശാലിനി മേരി മാത്യു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ CA എക്സാമിനേഷനിൽ നല്ല ഗ്രേഡോടെ പാസ്സായിരിക്കുന്നു. ശാലിനി മേരി മാത്യുവിനെ കറുകക്കുളം കുടുംബയോഗം അനുമോദിക്കുന്നു. റോസ്മേരി ബിജു, ഇത്തിത്താനം വലിയകളം ശാഖയിൽ ബിജുമോൻ ചാക്കോയുടെയും ജെയിനി ബിജുവിന്റെയും മകൾ. 10ാം ക്ലാസ്സിലും ശേഷം +2വിലും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ റോസ്മേരി ബിജുവിന് കറുകക്കുളം കുടുംബയോഗത്തിന്റെ അനുമോദനങ്ങൾ ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
ഒഫേൽ ബിനോയ് കുര്യൻ തോപ്പിൽ. കറുകക്കളം തോപ്പിൽ ശാഖ ബിനോയ് കുര്യന്റെയും സുപ്രിയ ബിനോയിയുടെയും മകൻ ഓഫേൽ ബിനോയ് കുര്യൻ. ദിശ ജൂനിയർ IAS എക്സാമിനേഷനിൽ ബെസ്റ്റ് പെർഫോമറും ജൂനിയർ ബെർക്കുമാൻസും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മേഖലാ പ്രസിഡന്റായും തിളങ്ങി നിൽക്കുന്നു. ഒഫേലിനെ കറുകക്കളം കുടുംബയോഗത്തിന്റെ അനുമോദനങ്ങൾ. ഡോക്ടർ ഒലിവിയ പ്രിയ ബിനോയ്. കറുകക്കളം തോപ്പിൽ ശാഖ ബിനോയ് കുര്യന്റെയും സുപ്രിയ ബിനോയിയുടെയും മകൾ ഒലിവിയ MBBS എക്സാമിനേഷനിൽ മികച്ച മാർക്കോടെ പാസ്സായി ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ മേരി ഒലിവിയ പ്രിയ ബിനോയിയെ കറുകക്കളം കുടുംബയോഗം അനുമോദിക്കുന്നു. നമുക്കൊക്കെ എന്ത് കാണുമ്പോഴാണ് പേടി? സിറിഞ്ച് കാണുമ്പോ അല്ലേ? എൻ്റെ പേര് ഒലീവിയ. എൻ്റെ അച്ഛൻ്റെ പേര് ബിനോയ്, അമ്മ സുപ്രിയ. ഞാൻ തോപ്പിൽ കുടുംബാംഗമാണ്. ചെത്തിപ്പുഴ കൂനന്താനത്താണ് താമസം. ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്. 5 വർഷം ഹൗസ് സർജൻസി കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ വന്ന് ഒരാഴ്ചയായി. ഈ സമ്മാനം നൽകാൻ മനസ്സ് കുടുംബയോഗത്തിന് നന്ദി. പയസ് സെബാസ്റ്റ്യൻ. കറുകക്കളം കുടുംബയോഗത്തിന്റെ 2026 കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടത്തിയ കോൺടെസ്റ്റിൽ കുടുംബയോഗത്തിന് വേണ്ടിയുള്ള പേരും ലോഗോയും ക്ഷണിക്കുകയുണ്ടായി. ഹൃദയ സംഗമം 2026 എന്ന നല്ല ഒരു പേരും ലോഗോയും കുടുംബസംഗമത്തിന് നൽകിയ പയസ് സെബാസ്റ്റ്യൻ പൂത്തേട്ടിനെ അഭിനന്ദിക്കുന്നു. ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കറുകക്കളം കുടുംബയോഗത്തിൻ്റെ തലമുതിർന്ന അംഗങ്ങളെ അനുമോദിക്കുന്നു, ആദരിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയ 90 വയസ്സിന് ശേഷവും കാരണവരുടെ ശുഷ്കാന്തിയോടും യുവത്വത്തിൻ്റെ ചുറുചുറുക്കോടും കൂടി ഓടി നടക്കുന്ന മുളയ്ക്കൽ മാത്തച്ചായനെ അനുമോദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രായമെന്ന് കരുതുന്ന മുളയ്ക്കൽ MP മാത്യുവും തങ്കമ്മ മാത്യുവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ഫോട്ടോ LED വാളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ കറുകക്കളം കുടുംബയോഗം ആദരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിട്ടും കുടുംബയോഗത്തോട് പ്രതിബദ്ധത കാണിച്ച് ഇവിടെ എത്തിയിട്ടുള്ള PD ജോസഫ് പുത്തേട്ട് ഔദക്കുട്ടി ചായനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പുത്തേട്ട് PS സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. കുടുംബത്തിലെ കുഞ്ഞുഞ്ഞമ്മ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അരീത്ര കുടുംബത്തിലെ ജോസച്ചനെ വേദിയിലേക്ക് അടുത്തതായി വടക്കേക്കര ശാഖ തോപ്പിൽ TD ജോസഫിനെ ക്ഷണിച്ചു. കഴിഞ്ഞ 2 കൊല്ലം നമ്മളെ നയിക്കുകയും നമുക്ക് വേണ്ടി കുടുംബയോഗത്തിൻ്റെ സാരഥ്യം വഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാത്യു സെബാസ്റ്റ്യൻ അരീത്രയ്ക്ക് ഞങ്ങളുടെ ഗുജറാത്തി ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇത് സ്റ്റേജിൽ വെച്ച് സ്വീകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി കറുകക്കുളം കുടുംബയോഗത്തിൻ്റെ ഒരു സ്നേഹവദനം നമ്മുടെ പഴയ പ്രസിഡന്റിന് എല്ലാ പ്രതിനിധികളും കൂടി ഒരു സ്നേഹാദരം കൊടുക്കുന്നു. കുഞ്ഞുഞ്ഞമ്മ വലിയകുളം കുമരഗിരിയെ ആദരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുഞ്ഞുഞ്ഞമ്മ നമ്മുടെ രക്ഷാധികാരി തങ്കച്ചായനെ ആദരിക്കുന്നതിനായി സണ്ണി മുളയ്ക്കലിനെ ക്ഷണിക്കുന്നു. വീണ്ടും നന്ദി പറയാൻ നിൽക്കുകയാണ്. സമാപനിക്കുകയാണ് പരിപാടികൾ. രാവിലെ മുതൽ അധ്വാനം ചെയ്തവരുടെ ഒത്തിരി അധ്വാനിച്ചവരുടെ ഒരു റിസൾട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. കുടുംബത്തോടുള്ള വിശ്വസ്തതയും കുടുംബത്തോടുള്ള കൂറും
ഐക്യവും നമ്മൾ പ്രകടിപ്പിക്കാനായി ഈ ഒരു സമ്മേളനം ഹേതുഭാവണം. നമ്മുടെ യൂട്യൂബ് ചാനലും വെബ്സൈറ്റും ഒക്കെ സന്ദർശിക്കുവാനൊക്കെ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യുവജനങ്ങളോടൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കണം. വിദേശത്തുള്ളവരുമൊക്കെ ഇതിൻ്റെ ഭാഗമാകുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറേ ആളുകളെങ്കിലും പോയെങ്കിലും ഈ അവസാന നിമിഷം വരെ ഇതിനോട് സഹകരിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഈ ആദ്യന്തം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തിൽ ചുറുചുറുക്കോടുകൂടി എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിച്ച നമ്മുടെ കൂടെ ആയിരുന്ന ബഹുമാനപ്പെട്ട സണ്ണീച്ചനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ വേദിയിലായിരിക്കുന്ന പുതിയ മുഴുവൻ ആളുകളെയും ഇതിനോട് സഹകരിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും രാവിലെ മുതൽ ഈ നിമിഷം വരെ ഇതിനോട് നിൽക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും വിദൂരത്തു നിന്നും തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും തിരുവല്ലയിൽ നിന്നുമൊക്കെ ദൂരങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും ഈ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ചെറിയൊരു കാപ്പിയും സ്നാക്സും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവുള്ളൂ എന്ന് അറിയിക്കുകയാണ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം സമാപിക്കാം. സ്നേഹനാഥനായ ഈശോയെ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഞങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു കുടുംബത്തിൻ്റെ കീഴിൽ സമ്മേളിക്കുകയും അങ്ങയെ ഞങ്ങൾക്ക് വേണ്ടി തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുകയും ഞങ്ങളിൽ നിന്നും അങ്ങയെ വിശ്വാസവും കരുതലും സ്നേഹവും സ്വീകരിക്കുകയും അതിനുവേണ്ടി പടപൊരുതുകയും ചെയ്ത് വിജയത്തിലെത്തിച്ച ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ ഓർക്കുകയും ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളുടെ പൂർവീകരെ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നവരായ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ടും ഞങ്ങൾ നടത്തിയ ഈ പ്രാർത്ഥനകളും യജ്ഞങ്ങളും കരുതലുകളും ആലോചനകളുമെല്ലാം അങ്ങ് ആശീർവദിക്കുകയും സഫലമാക്കുകയും ചെയ്തതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത എല്ലാവരെയും ആരോഗ്യപരവും ശാരീരികവും മാനസികവുമായ രീതിയിൽ ആശീർവദിക്കുകയും അവരെ ദൃഢപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതിന് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മുടെ അടുത്ത വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർഗക്കുളം കുടുംബയോഗത്തിന്റെ ഹൃദയ സംഗമം 2026 ഇവിടെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്.